ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പുണ്യമായ മാസമാണ് കൊല്ലവർഷത്തിൻ്റെ അവസാന മാസമായ കർക്കിടകം. മഴയും മഴക്കാറും ഇരുട്ടിലേക്ക് പ്രകൃതിയെ വലിച്ചെറിയുന്നൊരു കാലഘട്ടം. ദുഃഖദുരിതങ്ങളേറുന്ന മാസമായ കർക്കിടകത്തെ പഞ്ഞമാസമെന്നാണ് കേരളീയർ വിശേഷിപ്പിക്കുന്നത്. ഇതിനെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണ മാസമായി കർക്കിടകത്തെ ആചരിച്ചു തുടങ്ങിയത്. ആത്മവിശുദ്ധിയുടെ മറ്റൊരു കർക്കിടകം വരവായി ആ രാമായണ മാസം ആരംഭിക്കുകയായി. രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമായാണ് നാലമ്പല ദർശനത്തെ വിശ്വാസികൾ കണക്കാക്കുന്നത്. ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപായി ദർശനം പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാലമ്പലങ്ങളാണ് എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ. ഇതിൽ 3 ക്ഷേത്രങ്ങൾ തൃശ്ശൂർ ജില്ലയിലും 1 ക്ഷേത്രം എറണാകുളം ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, എറണാകുളം ജില്ലയിലുള്ള തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം, പായമ്മ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തിരികെ തൃപ്രയാർ ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് നാലമ്പല തീർത്ഥയാത്ര പൂർത്തിയാകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ കനോലി കനാലിൻ്റെ പടിഞ്ഞാറേക്കരയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഖരഭൂഷണ തൃശിരസ്സുകളുടെ വധത്തിന് ശേഷം അത്യുഗ്രഭാവത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. മീനൂട്ടും വെടിവഴിപാടുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. നാലമ്പല ദർശനത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം പോകുന്നത് ഭരതക്ഷേത്രത്തിലേക്കാണ്. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട നഗരത്തിലാണ് കൂടൽമാണിക്യ സംഗമേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ രാമാനുജനായ ഭരതനായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളോടുകൂടിയ ശങ്കരനാരായണനായും സങ്കല്പമുണ്ട്. ഈ ക്ഷേത്രത്തിലൊരു പ്രധാന വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് അത്യുത്തമമായി കരുതപ്പെടുന്നതാണ് ഈ വഴുതനങ്ങ നിവേദ്യം. കൂടാതെ മീനൂട്ടും ഇവിടെ നടത്തപ്പെടുന്നു. ഈ ഭരതക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ തെച്ചി, തുളസി മുതലായവ ഒന്നും തന്നെ വളരുന്നില്ല. ക്ഷേത്രത്തിൽ തെച്ചിയും തുളസിയും മുതലായ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ഈ ക്ഷേത്രാങ്കണത്തിൽ വളരുന്നില്ല. ക്ഷേത്രക്കുളത്തിൽ മത്സ്യങ്ങൾ ഒഴികെ മറ്റു ജലജന്തുക്കളൊന്നും തന്നെയില്ല. പൂജയ്ക്ക് ചന്ദനത്തിരി, കർപ്പൂരം എന്നിവ ഉപയോഗിക്കുന്നുമില്ല. ഈ നാലമ്പല ദർശനത്തിൽ മൂന്നാമതായി നമ്മൾ പോകുന്നത് മൂഴിക്കുളത്തേക്കാണ്. അത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നാലമ്പലത്തിൽ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. തമിഴ് ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് പ്രതിഷ്ഠ. നാലമ്പലങ്ങളിൽ 4ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്നൻ വാഴുന്ന ക്ഷേത്രം. ഇത് നാലമ്പലങ്ങളിൽ ഏറ്റവും ചെറിയൊരു ക്ഷേത്രമാണ്. മറ്റു 3 ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ക്ഷേത്രമാണിത്. ചതുരം ശ്രീകോവിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ദശരഥപുത്രന്മാരിലെ ഏറ്റവും ഇളയ പുത്രനായ ശത്രുഘ്നനാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഐതിഹ്യപ്രകാരം ഈ നാലമ്പല ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണെന്നാണ് വിശ്വാസം. 4 ഭാഗത്താൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകയിൽ കിഴക്കുഭാഗത്തെ രൈവത പർവ്വതത്തിൽ ശ്രീരാമനും, വടക്കുഭാഗത്തെ വേണുബന്ധ പർവ്വതത്തിൽ ഭരതനും, പടിഞ്ഞാറ് ഭാഗത്തെ സുകർഷ പർവ്വതത്തിൽ ലക്ഷ്മണനും, തെക്ക് ഭാഗത്തെ ലതാവേഷ്ട പർവ്വതത്തിൽ ശത്രുഘ്നൻ കുടികൊണ്ടുവെന്നാണ് വിശ്വാസം.
ദിവസവും രാവിലെ ഭഗവാൻ പത്നിമാരായ രുക്മിണി സത്യഭാമാദേവിമാരോടൊപ്പം ഇവിടങ്ങളിൽ സന്ദർശനം നടത്തി പോന്നിരുന്നു. ദ്വാപരായുഗ അവസാനം ഭഗവാൻ വൈകുണ്ഠാരോഹണം ചെയ്യുകയും ദ്വാരക പ്രളയത്തിലാണ്ടുപോവുകയും ചെയ്തപ്പോൾ ഈ വിഗ്രഹങ്ങൾ കടലിൽ ആണ്ടുപോയി. ഒരുപാട് കാലം അത് കടലിൽ കിടന്നു. അങ്ങനെയിരിക്കെ കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാർക്ക് ഈ വിഗ്രഹങ്ങൾ വലയിൽ കുടുങ്ങി കിട്ടുകയും അവർ ആ വിഗ്രഹങ്ങൾ വാക്കായി കൈമൾ എന്ന ജ്യോത്സ്യനെ ഏൽപ്പിക്കുകയും ചെയ്തു. ജ്യോത്സ്യനായ കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വിഗ്രഹങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കുകയും പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്ത് ഓരോ വിഗ്രഹങ്ങളിൽ നിന്നും ഓരോ പ്രാവ് ഉയർന്നു വരികയും അവ പോയിരുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇപ്രകാരം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് നമ്മൾ ഇന്നീ തൊഴുന്ന നാലമ്പലം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യ ഭരതക്ഷേത്രം, മൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, പായ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഉപദേശിച്ചു